ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, കാത്തിരിപ്പ് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. യെശയ്യാ പ്രവചനം 7-14 തിരുവചനം. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. ഇമ്മാനുവലിന് വേണ്ടിയാണ് ഇസ്രായേൽ ജനം കാത്തിരുന്നത്. പരിശുദ്ധ അമ്മയിൽ നിന്ന് രക്ഷകൻ പിറക്കുന്നു. ഈ രക്ഷകൻ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ പിറക്കും? ഒന്നാമത്, ചില ദുശ്ശീലങ്ങളോട് നാം വിട പറയണം. മദ്യം, പുക, അവിഹിത വേഴ്ച, ഇങ്ങനെ പലതും. 2, നമുക്കൊരു ദിനചര്യ ഉണ്ടാകണ്ടേ? പ്രഭാതത്തിൽ ഉണരുക, ബലിയർപ്പിക്കുക, വചനം ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, ജോലികളിൽ ഏർപ്പെടുക. 3, ചില പ്രത്യേക പുണ്യങ്ങൾ നാം അഭ്യസിക്കണം. സ്നേഹിക്കുന്നവരാകണം, ദയുള്ളവരാകണം, നന്മ ചെയ്യണം, വിശ്വസ്തരായിരിക്കണം. ഇങ്ങനെ പല പുണ്യങ്ങളും നമുക്ക് അഭ്യസിക്കാം. ചില ശീലങ്ങൾ ഒഴിവാക്കണം. കോപിക്കുക, അനാവശ്യമായി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, അധികാരം ദുരുപയോഗിക്കുക, ഇങ്ങനെ ചിലതെല്ലാം നമുക്ക് പാടെ ഉപേക്ഷിക്കേണ്ടി വരും. ഇങ്ങനെ വരുമ്പോൾ മലാഖമാർ പാടിയ ആ സംഗീതം നമുക്കും ആവർത്തിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ കൃപയുടെ സമാധാനം വ്യക്തി ജീവിതത്തിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് ഒന്നു ചേർന്ന് ഈശ്വരൻ്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പാം, നമിക്കാം.